സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബെല്ലാമന്റെ സഹോദരി കൃഷ്ണന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും സൂക്ഷിക്കണമെന്നും ആണിന്റെ രൂപത്തിലും ചിലപ്പോൾ പെണ്ണിന്റെ രൂപത്തിലും ഒക്കെ അപകടം വരാമെന്നും പറഞ്ഞപ്പോൾ പേടിച്ച കൺമണി വീട്ടിൽ ചെന്നതിന് ശേഷം വീണ്ടും കൃഷ്ണന്റെ വീട്ടിൽ പോകുന്നുണ്ട്. ആ സമയം കൃഷ്ണനുള്ള ഫുഡുമായി മാനസ കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവൾ നേരത്തെ കൺമണിയോട് പറഞ്ഞതിനനുസരിച്ച് ഓർഡർ ചെയ്ത ഫുഡ് വരുത്തിയതിനു ശേഷം കൃഷ്ണന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കൃഷി ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വരുന്നത്. ലാപ്ടോപ്പും മൊബൈലും മാറ്റി വെച്ചേക്ക്, ഇനി വാ ഫുഡ് കഴിക്കാമെന്ന് പറയുന്നുണ്ട് മാനസ കൃഷ്ണനോട്. അങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട് കൃഷ്. ആദ്യം എൻജോയ് ചെയ്ത് കഴിച്ച കൃഷ് പിന്നീട് ഭാവം മാറ്റുന്നുണ്ട്. അടിപൊളിയല്ലേ കൃഷ്, ഞാൻ എത്ര കഷ്ടപ്പെട്ടാണെന്ന് ഉണ്ടാക്കിയത്, ഒക്കെ കൃഷിന്റെ ഇഷ്ടമുള്ള വിഭവങ്ങളാണെന്നൊക്കെ മാനസ പറയുന്നുണ്ട്. കൃഷ്ണാകെ ദേഷ്യം വരുന്നുണ്ട്. അവൻ എന്തോ കൺമണിയെ വിളിക്കുന്നുണ്ട് ഉറക്കെ. ഫുഡിലെന്തോ പന്തികേട് തോന്നിയ കൃഷ് ഇത് കൺമണി കൂടി അറിഞ്ഞാണോ ചെയ്തതെന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കുന്നത് ദേഷ്യത്തോടെ. ഇത് കേട്ട് കൺമണി ആകെ വിറയ്ക്കുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട്. കൺമണി വേഗം കൃഷ്ണന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കൺമണി ഫുഡ് ഒന്ന് കഴിച്ചു നോക്ക്. ഞാനൊന്നും അറിയില്ലെന്നാണ് വിചാരിച്ചത്. എന്തായാലും കൺമണി ഇത് എന്നോട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. കൺമണി, നീയും ഇതിന് കൂട്ടു നിന്നല്ലേ? എന്നോട് ഒളിച്ചു വെക്കുന്നത് എന്തിനാ? ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ കൃഷ ചോദിക്കുന്നുണ്ട് കൺമണിയോടും മാനസയോടും. ഇത് കേട്ട് കൺമണിക്ക് ആകെ സങ്കടം വരുന്നുണ്ട്. അവൾ മനസ്സാവാച അറിഞ്ഞ കാര്യമല്ലല്ലോ കൃഷ പറയുന്നത്. അവൾ എന്തോ പറയാൻ വരുമ്പോഴേക്കും ഒന്നും പറയണ്ട, ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നുണ്ട് ദേഷ്യത്തോടെ കൃഷ്. അതിനുശേഷം കൃഷ് അങ്ങ് മുകളിൽ കയറി പോകുന്നുണ്ട്. ഇതൊക്കെ കണ്ട മാനസ, ഈ സ്വഭാവങ്ങളൊന്നും ഞാൻ വെച്ചു ഉറപ്പിക്കില്ല. എന്റെ കഴുത്തിൽ കൃഷ്ണന്റെ താലിയൊന്നും വീണോട്ടെ, അത് കഴിഞ്ഞ് കൃഷ്ണൻ ഞാൻ ശരിക്കും വട്ടുകളിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കൺമണിയോട് മാനസ ദേഷ്യത്തോടെ. ഇത് കേട്ട കൺമണിക്ക് ആകെ ടെൻഷൻ ആകുന്നുണ്ട്.